എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എന്നാണ് നൽകാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 20-ാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജില്ല മാറാൻ സാധിക്കുമോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണത്തിൽ 2 ട്രാൻസ്ഫറാണ് ഉണ്ടാവാറുള്ളത്. അതിൽ ഒന്ന് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറും. സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലെ ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിനുശേഷം വരുന്ന സെക്കൻഡ് ട്രാൻസ്ഫർ ആണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു ജില്ലയിലെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക്, അതായത് ജില്ല മാറിയിട്ട് മറ്റൊരു ജില്ലയിലേക്കുള്ള സ്കൂളിലേക്ക് മാറാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കും മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു ആ ഒരു സെയിം ജില്ലയിലെ തന്നെ ആ ഒരു വേറൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്ന് ആ ഒരു സെയിം സ്കൂളിലെ തന്നെ വേറൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ കോഴ്സ് മാറാതെ തന്നെ മാറാനുള്ള സൗകര്യം ഈ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഈ 2 ട്രാൻസ്ഫർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ ആ ഒരു ജില്ലയിലെ സ്കൂളിൽ നിന്നും ആ ഒരു സെയിം ജില്ലയിൽ തന്നെ മാത്രമായിരിക്കും ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അതായത് സ്കൂളായിരുന്നാലും കോഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും ആയിരുന്നാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ജില്ലക്കകത്ത് മാത്രമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാം. ഇനി ഈ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു ജില്ലയിലേക്ക്, അതായത് ഈ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു ജില്ല ഏതാണോ ആ ഒരു ജില്ലയ്ക്ക് പുറത്തുള്ള സ്കൂളുകളിലേക്കും അതുപോലെ മറ്റ് ഏതെങ്കിലും ജില്ലയിലെ പുറത്തുള്ള കോഴ്സിലേക്കും അതുപോലെ പുറത്തുള്ള മറ്റ് സ്കൂളുകളിലേക്കും അതുപോലെ നിലവിലെ നിങ്ങൾ അഡ്മിഷൻ നേടിയ ജില്ലയിലെ തന്നെ മറ്റ് സ്കൂളിലേക്കും കോഴ്സിലേക്കും നിലവിലെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു സൗകര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തേത് നിലവിലെ ജില്ലക്കകത്ത് മാത്രമായിരിക്കും സ്കൂളും കോഴ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ട്രാൻസ്ഫർ ആണ്, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 20-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന് അഡ്മിഷനായിട്ട് ഏകദേശം 2 ദിവസത്തോളമാണ് ഉണ്ടാവുക. അതായത് ജൂലൈ 17-ാം തീയതി, ചിലപ്പോൾ ജൂലൈ 17-ാം തീയതി നിന്ന് ലേറ്റായിട്ട് ഏകദേശം ഏകദേശം തിങ്കളാഴ്ച അഡ്മിഷൻ ആരംഭിക്കുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും അല്പം എക്സ്റ്റെൻഡ് ആവുമെങ്കിലും ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിയുടെ അഡ്മിഷന് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. കാരണം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സ്കൂൾ കോഴ്സ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിയുടെ അഡ്മിഷന് ശേഷം ആ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി കിട്ടുന്നവർ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ ചെയ്ത ശേഷം അവർക്കും സ്കൂൾ കോഴ്സ് മാറാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ആ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അഡ്മിഷന് ശേഷം മാത്രം ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തി പിന്നീട് ബാക്കി സീറ്റ് ബാക്കി ഉണ്ടാവുമോ എന്നുള്ളത്. അതായത് പിന്നീട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് സീറ്റ് വേക്കൻസി ഉണ്ടാവുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല ജില്ലയിലും അധികമായിട്ട് സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു വേക്കൻസികൾ കൂടി ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു സീറ്റ് വേക്കൻസിയിലേക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു സീറ്റ് വേക്കൻസിയിലേക്കാണ് പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചാൽ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്കൂൾ മാറണമെങ്കിലോ അല്ലെങ്കിൽ കോഴ്സ് മാറണമെങ്കിലോ അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും മാറണമെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സ്കൂളിലേക്കോ നിലവിലെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കോ അങ്ങനെയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കാവൂ. അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫറിന് അപേക്ഷിക്കരുത്. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര ഓപ്ഷൻസ് ആണ് വെക്കാൻ പറ്റുക എന്നുള്ളത്. എത്ര ഓപ്ഷൻസ് എന്നുള്ളതല്ല ഇതിൽ പ്രധാനം, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് മാറേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സിലേക്കും നിങ്ങൾ ഒരിക്കലും ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന്
നിന്ന് പോയിട്ട് വരാനായിട്ട് വളരെ ദൂരെയുള്ള സ്കൂളിൽ നിന്നും ഒരിക്കലും ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സും നിങ്ങൾ ഒരിക്കലും ട്രാൻസ്ഫറിനായിട്ട് വെക്കരുത്. കാരണം അഥവാ നിങ്ങൾക്കായിരിക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്കൊക്കെ കിട്ടുക. അതിനാൽ തന്നെ നിങ്ങൾ താല്പര്യമുള്ള സ്കൂളിലേക്കും താല്പര്യമുള്ള കോഴ്സിലേക്കും, അതുപോലെ കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ എങ്കിൽ, അതായത് മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളവർ കോഴ്സ് മാത്രം മാറാൻ വേണ്ടി സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ സീറ്റ് പോവോ എന്നുള്ളത്. ഒരിക്കലും പോകത്തില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാം. ഇനി അതേസമയം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത്, അതിപ്പോൾ നിലവിലെ സ്കൂളിൽ നിന്ന് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിലും, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിലും, അതുപോലെ വേറൊരു സ്കൂളിലേക്ക് വേറൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിലും, നിങ്ങൾ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു ഓപ്ഷനിലേക്ക്, അതായത് ആ ഒരു സ്കൂൾ കോഴ്സിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടത് നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന സ്കൂളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കില്ല. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും സാധിക്കില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് hskp.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സർക്കുലറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിനാൽ തന്നെ ആ റിസൾട്ട് വന്ന ശേഷം മാത്രമായിരിക്കും ഈ ട്രാൻസ്ഫറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ സർക്കുലർ എന്നുള്ള ഭാഗത്ത് വരികയുള്ളൂ. അപ്പോൾ ആ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വരും. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ട് ലിങ്ക് വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയവർക്കാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ചുവപ്പ് കളറിൽ തന്നെയായിരിക്കും ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വരും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കാനുള്ള ഒരു ബോക്സ് വരും. അവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണോ കിട്ടിയത്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന മെറിറ്റ് കോട്ടയിലാണോ കിട്ടിയത്, ഏത് കോട്ട വഴിയാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ളത്, ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് ജില്ലയിലേക്കാണോ കിട്ടിയത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെൻഡ് OTP എന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ തന്നെയാണോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊക്കെ ഈ ഒരു രീതിയിൽ OTP സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫറിനൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇതേപോലെ ഒരു OTP സിസ്റ്റം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ശേഷം ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്ലിക്ക് ചെയ്ത് പോയി എന്നുള്ളതുകൊണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കില്ല. കാരണം പല വിദ്യാർത്ഥികളും വെറുതെ പോയിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ പരിഗണിക്കുമെന്നുള്ളത്. ഒരിക്കലും അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുത്ത് അത് കൺഫേം ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മാത്രമേ, അതായത് അതിൻ്റെ പ്രിൻ്റ് എന്നുള്ള ലിങ്ക് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളെ അലോട്ട്മെൻറ്റ് പരിഗണിക്കുള്ളൂ. അല്ലാതെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. അപ്പോൾ ആ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ കൊടുക്കാനുണ്ടാവും. ലാസ്റ്റ് എന്നുള്ളതാണ് സാധാരണ ഇതിൽ ഉണ്ടാവുക. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കണം. അതിനുശേഷം പിന്നീട് ആ സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം, സേവ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നു ആ ഒരു ഓപ്ഷനുകൾ മാത്രം കൊടുക്കുക. അല്ലാതെ 10-20 ഓപ്ഷൻസ് കൊടുക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണെങ്കിൽ അങ്ങനെ മാത്രം വെക്കുക. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ
എല്ലാം മറ്റൊരു സ്കൂളിലേക്ക് വേറെ കോഴ്സിലേക്ക് മാറാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് തന്നെ ഈ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ ചെയ്ത സെയിം കോഴ്സിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് മാറേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വെറുതെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ മാറേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. അതുപോലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കോഡ് കൊടുക്കുന്ന സമയത്ത് സ്കൂൾ കോഡ് തെറ്റിയിട്ടില്ല എന്നുള്ളതും ആ ഒരു സ്കൂൾ കോഡ് കൊടുത്ത ശേഷം വരുന്ന ആ ഒരു സ്കൂൾ മാറിയിട്ടില്ല എന്നും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത്, അതുപോലെ ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത്, അപ്പോൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സ് മാറിപ്പോയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികൾക്കും ബയോളജി സയൻസ് വെക്കേണ്ടത് നേരെ പോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയി വെച്ചിട്ട് ഹ്യൂമാനിറ്റീസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടായിരുന്നു. ചില വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസ് വെച്ചിട്ട് അങ്ങനെ സയൻസിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല വിദ്യാർത്ഥികളും മാറിപ്പോയിട്ടൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിങ്ങൾ നൽകുന്ന സ്കൂളും അതുപോലെ തന്നെ കോഴ്സും സേവ് ചെയ്യും മുമ്പായിട്ട് നൽകുന്നതൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഒരു 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു 2-3 ഓപ്ഷൻസ് കൊടുക്കുക. അതായത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഓപ്ഷൻ വയ്ക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് താഴെയായിട്ട് ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ആവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൺഫേം ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ആവശ്യമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ വേണമെങ്കിൽ മാത്രം ട്രാൻസ്ഫറിൻ്റെ ആ ഒരു കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ അടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ നിങ്ങളെ പരിഗണിക്കില്ല. ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണം മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലെ വേറെ കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് മാറണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഉറപ്പായിട്ടും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് പിന്നീട് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ഫൈനലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷനുകൾ കൺഫേം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് പ്രൊഫൈൽ പേജ് അടുത്ത പേജിൽ നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വരും, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് പോകുന്ന ഹോം പേജിൽ എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റത്തില്ല. അതിന് പകരം പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതൊക്കെ സ്കൂൾ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഏകദേശം ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിലവിലെ സ്കൂളിൽ നിന്ന് നിലവിലെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചർ പറയും. അപ്പോൾ ആ ഒരു ഫീസ് എത്രയാണോ അത് നിങ്ങൾ അടിച്ചിട്ട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സ് ഏതാണോ അതിലേക്ക് പോയിട്ട് നിങ്ങൾ മാറിയിട്ട്, അതായത് മറ്റൊരു ക്ലാസ്സിലേക്ക് ഏത് ക്ലാസ്സിലേക്കാണ് കിട്ടിയത് ആ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഇരുന്നാൽ മതി. അത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് ലിസ്റ്റുമായിട്ട് അധ്യാപകർ വന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇന്ന കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറണമെന്ന് പറയും. ഇനി അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്ക് വേറെ കോഴ്സിലേക്കോ അല്ലെങ്കിൽ സെയിം കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ ആദ്യത്തെ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏത് സ്കൂളിലേക്കാണ് കിട്ടിയത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ആദ്യത്തെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ചു കിട്ടത്തില്ല. അഡ്മിഷൻ ഫീസിന് പകരം അതിൻ്റെ റെസിപ്റ്റ് എടുത്തുകൊണ്ട് പുതിയ സ്കൂളിൽ പോയാൽ മതി. ബാക്കിയല്ല ഫീസും നിങ്ങൾക്ക് PTA ഫണ്ട് ഉൾപ്പെടെ നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ കിട്ടിയത് ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വല്ല എക്സ്ട്രാ ഫീസോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൂടി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂൾ കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അപേക്ഷിച്ചു, നിങ്ങൾക്ക് എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചു, എങ്ങോട്ടേക്കും നിങ്ങൾക്കൊരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ട് ട്രാൻസ്ഫർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നിലവിലെ ആ ഒരു സീറ്റ് ഏതാണോ ആ ഒരു നിലവിൽ അഡ്മിഷൻ നേടിയ സീറ്റ് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടി നിങ്ങളുടെ സീറ്റ് അവിടെ കൺഫേം ചെയ്യേണ്ടതാണ്. ഇനി ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ മാറാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ മാറേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. അല്ലാതെ താല്പര്യമില്ലാതെ സ്കൂളിലേക്കോ താല്പര്യമില്ലാതെ കോഴ്സിലേക്കോ ഒന്നും ട്രാൻസ്ഫർ വെറുതെ ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ വേറെ കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ അങ്ങനെ മാത്രമായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഇനി മറ്റൊരു സ്കൂളിലേക്കാണ് മാറേണ്ടതെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. ഓപ്ഷൻ നൽകുന്ന സമയത്ത് മാറിപ്പോയിട്ടില്ല, അതായത് ഓപ്ഷൻ നൽകുമ്പോൾ സ്കൂളോ കോഴ്സോ മാറിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.